ഇന്ന് രാവിലെ അത്താഴത്തിന് എണീറ്റ മുതൽ സോഷ്യൽ മീഡിയയിൽ പുകഞ്ഞ് നിൽക്കണ, സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കണ ഒരു വാർത്തയാണ്, അതല്ലെങ്കിൽ ഒരു ന്യൂസാണ്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ എന്നുള്ള സിനിമ. കുറേ ആൾക്കാർ ഇന്ന് രാവിലത്തെ ഫാൻ ഷോ കാണാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടും പാടില്ല അത്ര. അതേതാനും പൃഥ്വിരാജ് തരുന്ന ഓഫർ. പക്ഷെ ഇന്നത്തെ രാത്രിക്ക് വല്ലാത്തൊരു മൊഞ്ചാണ്. പടച്ച തമ്പുരാൻ തരുന്ന ഭയങ്കര ഓഫർ. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ രാത്രി. ഒറ്റ രാവിലെ തന്നെ 1000 മാസത്തിനേക്കാൾ പവർ. പടച്ച നാഥൻ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ പവറാണ് ഈ ഒരൊറ്റ രാത്രിക്ക്. അതിന് പുറമെ ആകാശ ലോകത്തുള്ള എല്ലാ മാലാഖമാരും ഇന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും, ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ പെട്ടോന് ഭാഗ്യം തന്നെയാണ്. ചുമ്മാ പറയല്ല. ഒരു പടം കാണാൻ ഏറിപ്പോയ 2-3 മണിക്കൂർ പോയില്ലേ. ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ലൈലത്തുൽ ഖദറിൽ നാം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിയണോലാണെങ്കിൽ ഇന്ന് രാത്രി ഉറക്കം വെച്ചിട്ട് കുറച്ച് നിസ്കരിക്കാൻ കഴിയൂലെങ്കിൽ നമ്മൾ പതിവാക്കേണ്ട കുറച്ച് ദിക്റുകളും ആയത്തുകളും ഉണ്ട്. നമ്പർ 1, ആയത്തുൽ കുർസി ഓതുക. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും പവർഫുൾ ആയ, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. 2, ആമന റസൂൽ. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളിൽ കാണപ്പെടുന്ന ആയത്തുൽ കുർസി. ഇത് ഓതിയാൽ എല്ലാവിധ ഭവിഷ്യത്തുകളിൽ നിന്നും, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാവിധ വിപത്തുകളിൽ നിന്നും അവൻക്ക് കാവൽ നൽകാൻ ആയത്തുൽ കുർസിക്ക് സാധിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. 3-ാമതായിട്ട് ചെയ്യേണ്ടത് ഒരു 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത് തൗഹീദ് മസ്റ്റായിട്ട് പറയുക. 1-ാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് അവന്റെ എല്ലാവിധ ദോഷങ്ങളും പൊരുത്തപ്പെട്ടു കൊടുത്തിട്ട്, 2-ാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് നരകത്തിൽ നിന്ന് അവനെ മോചിതനാക്കിയിട്ട്, 3-ാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുമെന്ന് പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. 4-ാമതായിട്ട് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഒരു 4 തവണയെങ്കിലും ഓതുക. ഒരു 4 തവണ ഈ കാഫിറൂൻ സൂറത്ത് ഓതിയാൽ അത് ഖുർആൻ ഓതിയതിനോട് മുഴുവനായിട്ട് സമമാവുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. 5-ാമതായിട്ട് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഒരു 7 തവണയെങ്കിലും ഓതുക. 7 തവണ ഓതിയ വ്യക്തിക്ക് വേണ്ടി 70,000 മലക്കുകൾ സ്വർഗം ലഭിക്കാൻ വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥന നടത്തുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. 6-ാമതായിട്ട് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് 2 തവണയെങ്കിലും ഓതുക. ഒരു തവണ ഓതിയാൽ തന്നെ ഖുർആനിന്റെ പകുതി ഓതിയ കൂലിയാണ്. അപ്പൊ 2 തവണ ഓതിയാൽ ഖുർആൻ മുഴുവനായി ഓതിയ കൂലി കിട്ടും. അതുപോലെ തന്നെ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ സൂറത്തുൽ ഇഖ്ലാസ് ഒരു 3 തവണ ഓതുക. 3 തവണ ഓതിയാൽ ഖുർആൻ മുഴുവനായിട്ട് ഓതിയ കൂലിയാണ്. നമ്മളീക്ക് കണ്ണും നട്ടുകൊണ്ടിരിക്കണ പടച്ച തമ്പുരാന് ഇതെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? കയ്യാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോണി. പോയവന് പോയി, കിട്ടിയോന് കിട്ടി. ഏതായാലും ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയൊക്കെ ഉൾപ്പെടുത്തണം. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളൊക്കെ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്.